മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ ദിനേശ് ത്രിവേദിയെ ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിച്ചു. നിലവിലെ ഹൈക്കമ്മീഷണറായ പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡറായി ബ്രസൽസിലേക്ക് മാറുന്ന ഒഴിവിലേക്കാണ് നിയമനം. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. റഷീദ്, സ്വാഭാവികമായും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ കഴിഞ്ഞ ഇടക്കാലത്തായി നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് പുതിയ ഹൈക്കമ്മീഷണറായി ദിനേശ് ത്രിവേദിയെ നിയമിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത, റഷീദ്? ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര കാര്യങ്ങളിലടക്കം കൂടുതൽ ബന്ധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള ദിനേശ് ത്രിവേദിയെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പം മുമ്പാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ചില പ്രതിഷേധങ്ങൾ അടക്കമുണ്ടായിരുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശുമായി ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ നയതന്ത്ര ഇടപെടലുകളിൽ വലിയ പ്രതിസന്ധികൾ നിലനിന്നു. പക്ഷേ രാഷ്ട്രീയ തലത്തിലുള്ള ഒരു നിയമനം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചില ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും UPA ഭരണകാലത്ത് തൃണമൂൽ കോൺഗ്രസിൽ അംഗമായിരിക്കുകയായിരുന്നു ത്രിവേദി. കേന്ദ്ര റെയിൽവേ മന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 2021 ഫെബ്രുവരിയിൽ അദ്ദേഹം TMC വിടുകയും പിന്നീട് BJP-യിൽ ചേരുകയായിരുന്നു. എന്തായാലും നിലവിലെ നയതന്ത്രജ്ഞനായിട്ടുള്ള പ്രണയ് വർമ്മയ്ക്ക് പകരമായിട്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനും ഇത്തരത്തിൽ ചർച്ചകൾക്കടക്കം നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ.